ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വരുന്നത് കൂടെ കാണാം. അത് നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ചെറിയൊരു വെളിച്ചെണ്ണ കമ്പനിയാ, ലൈവ് വെളിച്ചെണ്ണ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ എറണാകുളം പള്ളുരുത്തിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു കുട്ടി, ചെറിയ കുട്ടി, എൻ്റെ ഒരു അനിയത്തിയുടെ പ്രായമുള്ള കുട്ടി ഇവിടെ ഒരു ഓയിൽ മില്ല് നടത്തുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പൊ ലൈവ് ഓയിൽ മില്ല് എന്നാണ് ഇവിടെ സ്ഥാപനത്തിന്റെ പേര് വെച്ചിട്ടുള്ളത്. പിന്നെ ലൈവായിട്ട് വെളിച്ചെണ്ണ ആറ്റി കൊടുക്കാണോ, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് കുട്ടിയുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ്. ഹലോ, ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ചെറിയൊരു വെളിച്ചെണ്ണ കമ്പനിയാ, ലൈവ് വെളിച്ചെണ്ണ. ലൈവായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ വന്നേക്കാണ്. അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിപ്പോ ഇതിന്റെ പേര് എക്സ്പെലർ എന്നാണ്. കാരണം നമ്മ ഇപ്പൊ ഡ്രൈ ആക്കിയ കൊപ്ര കട്ട് ചെയ്ത് വെച്ചാൽ ഡ്രൈ ആയിട്ട് കൊപ്രയാണ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഓ, ഇത് ഉണക്കുന്ന മെഷീനാണ്. ഇതിപ്പോ കൊപ്ര ഉണങ്ങിയിരിക്കുന്ന കൂടെ കാണാം. ഉണക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണല്ലോ. കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടി വെക്കും. ഓ, ഇത് ഇങ്ങനത്തെ പോലെ കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കാല്ലേ? ഓ, അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണാക്കാനായിട്ട് ഉള്ള എക്സ്പെലർ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് കൊപ്ര കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഡ്രയറിൽ ആണ് ഉണക്കുന്നത്. അപ്പൊ ഇതിപ്പോ എന്താ ചെയ്യണ്ടായിരുന്നു? ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര പ്രായമുണ്ട്? ഞാൻ ഇപ്പൊ 18. എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ ഇത്രയും നല്ലൊരു സംരംഭം ഇവിടെ നടത്തുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് തോന്നിയത്? മെയിനായിട്ട് എനിക്കൊരു വരുമാനം, ഒരു പാർട്ട് ടൈം അങ്ങനെ ആയിട്ട്, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ലൈവായിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കാന്നുള്ളത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെ ഒരു ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ, പാർട്ട് ടൈം ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ, ഷോപ്പിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ പൈസ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഇത് വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഐഡിയയിൽ പലതരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടിക്ക് 18 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾക്കും ഈ പ്രായത്തിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാന്നുള്ളതാണ്. ഇതൊക്കെ മെഷീൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോസസ്സ് കാര്യങ്ങൾ, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സംഭവം നോക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പൊ നാളികേരം ഉണക്കുന്നത് ഡ്രയറിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഡ്രയറിൽ വെച്ച് ഉണക്കാൻ തീരുമാനിച്ചത്? ഡ്രയറിൽ വെച്ച് ഉണക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ വെയിലിന്റെ ഒരു സാന്നിധ്യത്തിൽ ഉണക്കാന്ന് വെച്ചാൽ വൈകുന്നേരം ആവുമല്ലോ. വൈകിട്ടാവുമ്പോഴേക്കും നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി, അങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ, തേങ്ങക്ക് ഈർപ്പുണ്ടല്ലോ, ഈർപ്പത്തിൽ അടിഞ്ഞുകൂടി ഒരു ഹെൽത്തി അല്ലാത്തൊരു കൊപ്രയായിട്ടായിരിക്കും മണ്ണത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ പുറത്തൊക്കെ വെച്ച് നാളികേരം ഉണക്കാണെന്നുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ അടിച്ച് നാളികേരത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഡ്രയറിൽ വെച്ച് ഉണക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരത്തില്ല. നമുക്ക് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ കൊപ്ര ഉണക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഉണക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ തേങ്ങ എടുക്കുന്നു, പൊട്ടിക്കുന്നു, കട്ട് ചെയ്യുന്നു, നേരെ നമ്മുടെ ഡ്രയറിലേക്ക് എടുക്കുന്നു. ഡയറക്റ്റ് നേരെ ഇതിലേക്ക് എടുക്കുന്നു. വേറെ കൈമാറ്റം അങ്ങനെ പൊടി അങ്ങനത്തെ ഒന്നുമില്ല. നേരെ ഡ്രയറിലെടുക്കുന്നു. വേറെ ഒരു മായവും ഇല്ല എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത്. ഡയറക്റ്റ് ഉണക്കുക, കൈ ഉടക്കനെ ലൈവായിട്ട് തന്നെ ആട്ടി എണ്ണയ്ക്ക് എടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിത് അവിടെ കൊപ്ര ഇട്ട് കൊടുക്കാൻ പോവാണ്. മോളിവിടെ നമ്മളിത് കൊപ്ര ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് കൊപ്ര ഇട്ടിട്ടുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവിടെ എണ്ണ വരുന്ന കൂടെ കാണാം. അവിടെ വെളിച്ചെണ്ണ നോക്കിയാൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വരുന്ന കൂടെ കാണാം. അത് നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് കൊപ്ര ഇട്ടിട്ട് തന്നെ നമുക്ക് ഇത്രയും എണ്ണ വളരെ സ്പീഡിൽ വരുന്നുണ്ട്. അതും ലൈവായിട്ടുള്ള എണ്ണ. അതാണ് ഇവിടുത്തെ സംഭവം വരുന്നത്. ലൈവായിട്ടുള്ള വെളിച്ചെണ്ണ, അത്രയും ക്വാളിറ്റിയോട് കൂടിയുള്ള വെളിച്ചെണ്ണയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സംഭവം. അപ്പം നമ്മളിത് അവിടെ കൊപ്ര ഇതേപോലെ ഇട്ട് കൊടുക്കാം, എണ്ണയാക്കിയിട്ട് വരാം. വളരെ സിമ്പിളാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം വരുന്നത്. ലൈവ് വെളിച്ചെണ്ണ അടിപൊളി ഒരു സംഭവമാണ്. അപ്പൊ നമ്മളിതിപ്പോ വീട്ടിലേക്ക് വന്നേക്കാണ്. വീട്ടിലാണ് ഇവിടെ വലിയ മെഷീൻസ്, നമ്മുടെ എല്ലാ മെഷീനും ഇവിടെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനൊക്കെ ഇരിക്കുന്നത്. നമുക്കിവിടെ കാണാം. ഓ, ഫുള്ളായിട്ട് കൊപ്ര ഉണക്കിക്കൊണ്ട് കാണാം. 10 തട്ടിന്റെ മെഷീനാണ്. ഇതിൽ ചെറിയ ചൂടുണ്ട്, എന്നാലും പിടിക്കാം. ഇതേപോലെ ഒരു നാളികേരം 2 പീസാക്കിയിട്ടില്ല വെച്ചേക്കുന്നത്. ഇതേപോലെ ഒരു നാളികേരം 2 പീസാക്കിയിട്ടാണ് വെക്കാം. ഇതിപ്പോ ഏകദേശം ഫുൾ ഉണക്കായിട്ടില്ല തോന്നുന്നല്ലേ? ഫുൾ ഉണക്കായിട്ടില്ല, കുറച്ചുകൂടെ ഉണക്കാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുന്നല്ലേ? കട്ട് ചെയ്തെടുക്കുന്ന ഇതാണ് കട്ടർ. ഇത് കട്ടിംഗ് മെഷീനാണ് വരുന്നത്. ചിരട്ടേന്ന് കൊപ്ര വരും, അങ്ങനെ മോളിൽ ഇട്ട് കൊടുക്കുന്നല്ലേ? കുറച്ചുകൂടെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടു പോരും. അതിനുശേഷം ഇത് മോളിൽ ഇട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ടായി കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഡ്രയറുകളായാലും കൊപ്ര കട്ടിംഗ് മെഷീൻ ആയാലും എക്സ്പെല്ലർ ആയാലും ഒരു ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്ടിലത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളുടെ കൊപ്ര ഉണക്കുന്ന മെഷീനും വലിയ മെഷീനും അതുപോലെ തന്നെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കി നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ പോയിട്ട് നോക്കാവുന്നതാണ്.
അപ്പൊ എത്രയാണ് വെളിച്ചെണ്ണയ്ക്ക് വില വരുന്നത്? ഇതിപ്പോ 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്, നമുക്ക് 150 കൊടുക്കുന്നത്. 1/2 ലിറ്റർ 150 ആണ് വെളിച്ചെണ്ണയുടെ വില വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വില വരുന്നത്? ഇതിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് എല്ലാ മെഷീനിലാണ്. ഉണക്കാനും വെളിച്ചെണ്ണ വരുന്ന എല്ലാം ഡയറക്റ്റ് മെഷീനിലാണ്. അപ്പൊ അതിന്റെ നാളികേരം എടുത്ത് ഉണക്കി ആട്ടുന്ന വരെയുള്ള ഫുൾ പ്രോസസ് വരുന്ന മെഷീനിലാണ്. അതാണ് ഇത്രയും പ്രൈസ് വരുന്നത്. അതും ലൈവായിട്ടാണ് അവിടെ വെളിച്ചെണ്ണ മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ ക്വാളിറ്റി അതിന് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നതാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മായം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധ്യതകളുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റേറ്റ് കുറയുന്നത് അല്ലേ? ഇതിപ്പോ എല്ലാം ആട്ടുന്ന എല്ലാം പൊതുവെയുള്ള എല്ലാ കടയിലും ഈ റേറ്റ് ഒക്കെ ആയിരിക്കും. നമ്മളിപ്പോ മില്ല് അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ കടയിൽ നിന്നൊക്കെ ഉള്ള ഓയിലും വെളിച്ചെണ്ണക്കൊക്കെയാണ് ഒരു 1 ലിറ്ററിന് 150, 200 അങ്ങനെ. അത് 1 ലിറ്ററിനാണ്. അപ്പൊ നമ്മുടെ ഏകദേശം 1 ലിറ്ററിന് 300 റുപ്പീസ് ആ ഒരു പ്രൈസ് വരുന്നല്ലേ? അപ്പൊ അതും ഇവിടെ ലൈവായിട്ടാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഒരുപാട് പേര് വന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ സെയിൽ വരുന്നത്? എങ്ങനെയാണ് സെയിൽ വരുന്നത്? നമ്മുടെ ഡെയിലി ഒരു 20-25 കുപ്പികളാണ് ഉണ്ടാക്കുന്നത്. 25 കുപ്പി. അപ്പോ അതന്ന് നൈറ്റിനുള്ളിൽ തന്നെ തീരും. അപ്പൊ ഡെയിലി 25 കുപ്പികളാണ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് അന്ന് തന്നെ തീരുന്നാണ് പറയുന്നത്. അപ്പോ ഇതുവരെ ഇവിടെ പുറത്തേക്ക് സപ്ലൈ കാര്യങ്ങളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ചെറിയ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഭാവിയിൽ ഇനി ഇത് കൊടുക്കണമെന്നുണ്ട്. കാരണം നമ്മ ഇനി മിഷീനൊക്കെ ചെറുതായതുകൊണ്ട് ഇതൊക്കെ ഇനി കുറച്ചും കൂടെ വലിയ മിഷീൻ ഉണ്ടാക്കി ബൾക്കാക്കി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ സപ്ലൈയും വലിയ രീതിയിൽ തുടങ്ങിയിട്ട് സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. എറണാകുളം ജില്ല പള്ളുരുത്തി STP റോഡ് ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മേടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് സംഭവങ്ങൾ ഇപ്പോൾ ഉണക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എണ്ണ ആട്ടണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ എല്ലാ മെഷീൻസും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് മെഷീൻസ് നിൽക്കുന്ന ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ഇത് വരുന്നത് ഉണക്കുന്ന മെഷീനാണ്, ഡ്രയറാണ് വരുന്നത്. ഇത് പല സൈസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. കുഞ്ഞൻ മെഷീൻ തൊട്ട് വലിയ മെഷീൻസും ബൾക്കായിട്ടുള്ള നാളികേരം ഉണക്കുന്ന മെഷീൻസും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഡ്രയർ വരുന്നത്. അതുപോലെ തന്നെ ഇത് എണ്ണ ആട്ടുന്ന മെഷീനാണ്, എക്സ്പെല്ലറാണ്. ഇങ്ങനെയുള്ള എക്സ്പെല്ലറുകളും കുഞ്ഞൻ എക്സ്പെല്ലർ തൊട്ട് വലിയ ടൈപ്പിലുള്ള എക്സ്പെല്ലറുകളും നമ്മൾ മെഷീൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഒരു ഓയിൽ മില്ല്, ഫ്ലവർ മില്ലിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും ഒരു ഫ്ലവർ മില്ല്, ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.